ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുമ്പോൾ 9 സീറ്റുകളിൽ തർക്കം രൂക്ഷം. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും. സന്തോഷ്, എത്രമാത്രം രൂക്ഷമായാണ് തർക്കം നിലനിൽക്കുന്നത്? അവസാന ലിസ്റ്റ് എന്ന് പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു? പ്രദീപ്, അന്തിമ ചർച്ചകൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇവിടെ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും VM സുധീരനും രമേശ് ചെന്നിത്തലയും അല്പസമയത്തിനകം എത്തിച്ചേരും. തുടർന്ന് 7:30 3 നേതാക്കളുമായുള്ള സോണിയാഗാന്ധിയുടെ ചർച്ച ആരംഭിക്കും. അവർ നേരത്തെ ആവശ്യപ്പെട്ട പ്രകാരമാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ചേർന്നത്. പക്ഷേ കേരള നേതാക്കൾക്ക്, പ്രത്യേകിച്ച് VM സുധീരനും ഉമ്മൻചാണ്ടിക്കും തർക്ക സീറ്റുകളിൽ ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇരുവരും പഴയ നിലപാടുകളിൽ വളരെ അതിശക്തമായി ഉറച്ചു നിൽക്കുകയും ചെയ്തു. 3 മന്ത്രിമാരെ മാറ്റിയാൽ താൻ പിന്നെ പ്രചരണ രംഗത്തോ തെരഞ്ഞെടുപ്പ് രംഗത്തോ നിൽക്കില്ല എന്ന സന്ദേശം ഉമ്മൻചാണ്ടി നൽകുകയുണ്ടായി. എന്നാൽ ഇതിനിടയിൽ KC ജോസഫിനെ ഒഴിവാക്കുക, K ബാബുവിനെയും അടൂർ പ്രകാശിനെയും നിരന്തര ആരോപണങ്ങൾ നേരിടുന്ന മന്ത്രിമാർ എന്ന നിലയിൽ ഒഴിവാക്കിയാലോ എന്ന തരത്തിൽ ആലോചനകളും ഉണ്ടായി. പക്ഷേ ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അതിന് മറുപടി പറഞ്ഞ ഉമ്മൻചാണ്ടി പറഞ്ഞത്, അങ്ങനെയെങ്കിൽ തന്നെയും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കാണുകയില്ല, തന്നെയും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ്. VM സുധീരനാകട്ടെ ഇവരെ ഉൾപ്പെടുത്താൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. ഇതിനിടയിൽ VM സുധീരൻ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം ഇന്ന് AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തി. ആരോപണ വിധേയരെ മത്സരിപ്പിക്കുന്നത് കേരളത്തിൽ പാർട്ടിയുടെ മറ്റു സീറ്റുകളിലെ വിജയസാധ്യതയെ ബാധിക്കും എന്ന നിലപാട് തന്നെയാണ് VM സുധീരൻ അറിയിച്ചത്. ഇതിനിടയിൽ ഈ തർക്കത്തിന് രൂക്ഷത പകർന്നുകൊണ്ട് ബാക്കി 4 മണ്ഡലങ്ങൾ കൂടി പുതുതായി തർക്കം ഉടലെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതുക്കാടാണ്. തൃശ്ശൂരിൽ പുതുക്കാട് നേരത്തെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഈ സനീഷിനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ VM സുധീരൻ വേറൊരു സ്ഥാനാർത്ഥി സുഖത്തിനെയും അവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ ഒരു പാനൽ ഇന്ന് സോണിയാഗാന്ധിക്ക് സമർപ്പിക്കാനാണ് തീരുമാനം. ഇതോടൊപ്പം വടക്കാഞ്ചേരിയിൽ CN ബാലകൃഷ്ണൻ മണ്ഡലമാണ്. അവിടെയും തർക്കമുണ്ട്. CN ബാലകൃഷ്ണൻ മത്സരിക്കില്ല മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. അതിനാൽ അനിൽ അക്കരെ അവിടെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ട് VM സുധീരൻ അടക്കമുള്ളവർ. പക്ഷേ CN ബാലകൃഷ്ണൻ, അവിടുത്തെ സിറ്റിംഗ് MLA ആയ CN ബാലകൃഷ്ണൻ K അജിത് കുമാറിന്റെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതും പാനലായി തന്നെ സോണിയാഗാന്ധിക്ക് മുമ്പിലെത്തും. ചാത്തന്നൂരിലും I ഗ്രൂപ്പ് നേതാക്കളായ ശൂരനാട് രാജശേഖരനും പീതാംബരനും തമ്മിലാണ് തർക്കം നിലനിൽക്കുന്നത്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയും സൂരജ് രവിയും തമ്മിലുള്ള ഒരു തർക്കവുമുണ്ട്. ഇവിടുത്തെ സീറ്റ് തർക്കം കൂടി പരിഹരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും അടൂർ പ്രകാശ്, KC ജോസഫ്, K ബാബു എന്നിവർ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇപ്പോൾ 7:30 സോണിയാഗാന്ധിയുമായി ചേരുന്ന ചർച്ചയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇത് അവസാനപ്പെട്ട ചർച്ചയെന്ന് ഹൈക്കമാൻഡ് തന്നെ സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം ചർച്ചകൾ ഉണ്ടാവില്ല. പിന്നെ സോണിയാഗാന്ധി തന്നെയായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുമ്പോൾ ഏറ്റവും ഇന്ന് ശ്രദ്ധേയമായത് TN പ്രതാപൻ രാഹുൽ ഗാന്ധിക്ക് നൽകിയ കത്തായിരുന്നു. കയ്പമംഗലം സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക് TN പ്രതാപൻ കത്തു നൽകിയത്. മനുശങ്കറിന്റെ റിപ്പോർട്ട്. മത്സരിക്കാനില്ലെന്നും സംഘടനാ പ്രവർത്തനം നടത്താനാണ് താല്പര്യമെന്നും പ്രഖ്യാപിച്ച് കയ്യടി നേടിയ TN പ്രതാപൻ തൃശൂരിലെ കയ്പമംഗലത്ത് സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്താണ് പുറത്തുവന്നത്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ പ്രതാപൻ അയച്ച ഡിജിറ്റൽ കത്ത് തെരഞ്ഞെടുപ്പ് സമിതിയിൽ വായിച്ചു. പിന്നീട് സീറ്റ് നൽകാൻ അനുവാദം നൽകുകയും ചെയ്തു. കയ്പമംഗലത്ത് ഏറ്റവും വിജയസാധ്യത ഉള്ളത് തനിക്കാണെന്നും മുസ്ലിം വോട്ടർമാരുടെ പിന്തുണയുണ്ടെന്നും അറിയിച്ചാണ് TN പ്രതാപൻ കത്തയച്ചത്. എന്നാൽ കത്ത് പുറത്തുവിട്ടത് രാഷ്ട്രീയ എതിരാളികളാണെന്ന വ്യാഖ്യാനമാണ് പ്രതാപൻ നടത്തിയത്. ഞാൻ ഒരു തരത്തിലും അത്തരത്തിൽ ഒരു കത്ത് അയച്ചിട്ടില്ല. 100% അടിസ്ഥാനരഹിതമാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുമല്ലോ, ആ നല്ല സുഹൃത്തുക്കളുടെ ഒരു സ്ക്രീൻ പ്ലേ ആയി അതിനെ കണ്ടാൽ മതി. അതേസമയം പ്രതാപനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. TN പ്രതാപന്റെ ആദർശ പൊയ്മുഖം അഴിഞ്ഞു വീണുവെന്ന് ഡീൻ കുര്യാക്കോസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന് പറഞ്ഞ പ്രതാപൻ KSU ജില്ലാ പ്രസിഡന്റിന്റെ അവസരം തട്ടിയെടുത്തെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. തനിക്ക് ഉറപ്പ് ലഭിച്ചിരുന്ന സീറ്റാണ് പ്രതാപന്റെ നീക്കത്തിലൂടെ നഷ്ടമായതെന്ന് ശോഭ സുബിൻ പറഞ്ഞു. ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരുണ്ടായിരുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ടായിരുന്നു. കാരണം തൃപ്രയാർ ഡിവിഷൻ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്തിൽ 6500ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ടായിരുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് കയ്പമംഗലം നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന 2 പഞ്ചായത്തുകൾ കൂടി ഉൾപ്പെടുന്ന സ്ഥലത്താണ്. ആ തീരുമാനത്തിൽ നിന്നാണ് കയ്പമംഗലം നിയോജകമണ്ഡലത്തിലേക്ക് മത്സരിക്കണം എന്ന് പറയുന്ന നിർദ്ദേശം പാർട്ടി തരാൻ തയ്യാറായതും ഞാൻ മാനസികമായിട്ട് അതിന് തയ്യാറായതും. എന്നാൽ KSU പ്രസിഡന്റിന് ഇനിയും അവസരമുണ്ടല്ലോ എന്നായിരുന്നു പ്രതാപന്റെ മറുപടി.
കൊടുങ്ങല്ലൂരിൽ പരാജയ സൂചന മുന്നിൽ കണ്ടാണ് മത്സര രംഗത്ത് നിന്ന് പിന്മാറുന്നതായി TN പ്രതാപൻ പ്രഖ്യാപിച്ചത്. സിറ്റിംഗ് MLA ആയ VS സുനിൽകുമാർ കയ്പമംഗലത്ത് നിന്ന് മാറുന്നതായി അറിഞ്ഞതോടെയാണ് ആദർശം പറഞ്ഞ പ്രതാപൻ സീറ്റ് ഉറപ്പിക്കാൻ രഹസ്യ കരുക്കൾ നീക്കിയത്. പ്രതാപന്റെ ആദർശമുഖം പുകഴ്ത്തിയ VM സുധീരനുള്ള കനത്ത തിരിച്ചടിയുമായി ഈ രഹസ്യ നീക്കം. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂരിന്റെ നിലപാടെന്ത്? നോർത്ത് നിയമസഭാ മണ്ഡലം പ്രദീപ് കുമാറിന്റെ ആദ്യഘട്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുമ്പോൾ കോഴിക്കോട് നോർത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശത്തിലുമായി. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ പ്രദീപ് കുമാർ MLAക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. എന്തിനും വിളിപ്പാടകലെ എന്നുമുള്ള ഒരു കുടുംബാംഗത്തെ പോലെയാണ് മണ്ഡലത്തിലുള്ളവർക്ക് പ്രദീപ് കുമാർ MLA. നാട്ടുകാരൻ എന്ന നിലയിലും വർഷങ്ങളായി മണ്ഡലത്തിന്റെ പ്രതിനിധി എന്ന നിലയിലും ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കാവുന്ന ബന്ധം MLAക്കുമുണ്ട്. കക്ഷി രാഷ്ട്രീയമന്യേ മണ്ഡലത്തിൽ സ്വീകാര്യനാണ് പ്രദീപ് കുമാർ. നിങ്ങൾ തന്നെ സ്ഥാനാർത്ഥിയാവാൻ നമ്മൾ പഠിച്ചവനോട് തേടിക്കണമെന്നായിരുന്നു പുതിയ കടവിലെ ലീഗ് അനുയായി മുഹമ്മദ് കാക്കി പ്രദീപേട്ടനോട് പറയാനുണ്ടായിരുന്നത്. ചില്ലറ പരാതികളും പരിഭവങ്ങളും ഉണ്ടെങ്കിലും ഒരു കട്ടൻ ചായയെങ്കിലും കൊടുക്കാതെ വിടില്ല പ്രദീപേട്ടനെ. നാട്ടുകാരുടെ അകമഴിഞ്ഞ ഈ പിന്തുണ തന്നെയാണ് മണ്ഡലത്തിന്റെ സാരഥിയുടെ ആവേശവും. പ്രധാനമായിട്ടും കേരളത്തിലെ UDF സർക്കാരിൻ്റെ 5 വർഷത്തെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു പൊതുവികാരം എല്ലാവരുടെയും പ്രതികരണങ്ങളിലുണ്ട്. കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം വളരെ നല്ല നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുണ്ട്. അതിനുള്ളൊരു പിന്തുണ പ്രത്യേകിച്ചും പട്ടണത്തിൽ ഉള്ള എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ആരെന്ന് ഇനിയും അന്തിമ പ്രഖ്യാപനം ഉണ്ടാകാത്തത് പ്രചാരണത്തിലും LDFന്റെ മേൽക്കൈ വർദ്ധിപ്പിക്കുമെന്ന വിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. മണ്ഡലത്തിന് പുറത്ത് പൊതുവെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യവും തങ്ങൾക്ക് അനുകൂലമാണെന്ന പ്രതീക്ഷയും LDF പ്രവർത്തകർ പങ്കുവയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാലക്കാട്ടെ തൃത്താല അട്ടിമറി വിജയത്തിലൂടെ കഴിഞ്ഞ തവണ UDF പിടിച്ചെടുത്ത മണ്ഡലം അത് നിലനിർത്തുകയാണ് UDFന്റെ ലക്ഷ്യം. VT ബൽറാമിനെയാണ് UDF മണ്ഡലത്തിൽ കാത്തിരിക്കുന്നത്. അതേസമയം ഒരടി മുന്നോട്ട് പോയി LDF. രണ്ടാം അംഗം VT ബൽറാമിന് കടുത്ത വെല്ലുവിളി ഉയർത്താൻ LDF രംഗത്തിറക്കിയിരിക്കുന്നത് സുബൈദ ഇസാഖിനെ. ഇസാഖിന്റെ പ്രചാരണം തൃത്താലയിൽ ആരംഭിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം തൃത്താലയെ സംബന്ധിച്ചിടത്തോളം പുതിയ അനുഭവമാകുന്നുവെന്നാണ് വിലയിരുത്തൽ. AK ലതീഷിലേക്ക്. 1991 മുതലുള്ള 4 തെരഞ്ഞെടുപ്പിൽ LDF ജയിച്ച തൃത്താല മണ്ഡലം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇടതിനെ കൈവിട്ടത്. കേരളത്തിൽ LDFും UDFും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന 2011 VT ബൽറാമിലൂടെ ഐക്യമുന്നണി അട്ടിമറി വിജയം നേടി. 3197 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ബൽറാമിന്റെ ജയം. രണ്ടാമതും മത്സരത്തിനിറങ്ങുന്ന VT ബൽറാം കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ്. തൃത്താലയിൽ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള സർവ്വതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ UDF ഗവൺമെൻറ്റിൻ്റെ ഈ 5 വർഷത്തിൽ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം വിദ്യാഭ്യാസ, കാർഷിക, സാമൂഹ്യ മേഖലകളിലൊക്കെ ആ മാറ്റങ്ങൾ ദൃശ്യമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കഴിയാവുന്ന മേഖലകളിലൊക്കെ ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം സാമൂഹ്യ സുരക്ഷിതത്വ മേഖലകളിൽ ആശ്വാസകിരണം, സ്നേഹപൂർവ്വം പോലുള്ള പദ്ധതികൾ, സാമൂഹ്യ നീതി വകുപ്പിൻ്റെ അത്തരത്തിലുള്ള പദ്ധതികൾ എല്ലാം സമ്പൂർണ്ണമായി നടപ്പാക്കിയ ഒരു നിയോജക മണ്ഡലമായി തൃത്താല മാറുകയാണ്. തൃത്താല തിരിച്ചുപിടിക്കാൻ ഇത്തവണ LDF ചുമതലപ്പെടുത്തിയത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മുൻ സാരഥി സുബൈദ ഇസാഖിനെ. തൃത്താലയിൽപ്പെടുന്ന ആനക്കര ഡിവിഷനിൽ നിന്ന് വിജയിച്ചായിരുന്നു സുബൈദ ഇസാഖ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായത്. കഴിഞ്ഞ 5 വർഷം വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ സംസ്ഥാനത്തെ മികച്ച 2ാമത്തെ പഞ്ചായത്തായി വിളയൂർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഭരണരംഗത്തെ മികവുറ്റ അനുഭവ സമ്പത്തുമായാണ് നിയമസഭയിലേക്കുള്ള സുബൈദയുടെ കന്നി അംഗം. ജില്ലയുടെ സമഗ്ര വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പദ്ധതി പ്രവർത്തനങ്ങളിൽ ഈ തൃത്താല മണ്ഡലം ഉൾപ്പെടെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും വളരെ നന്നായി ശ്രദ്ധ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പദ്ധതി പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്കറിയാം, ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ച ഒരു ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ ആത്മാർത്ഥതയോടുകൂടിയാണ് കഴിഞ്ഞ 10 വർഷവും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഒട്ടേറെ ഉണ്ടായിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ വല്ലാത്ത ആശ്വാസം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിന് താല്പര്യമെടുത്ത് അതിന് നേതൃത്വം കൊടുത്ത ഒരാൾ എന്നുള്ള നിലയിൽ വലിയ താല്പര്യത്തോടുകൂടിയാണ് ജനങ്ങൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കാണുന്നത്. 2011 BJPക്ക് കിട്ടിയത് 5899 വോട്ട്. BJP വോട്ടുകൾ UDFന് നൽകിയെന്ന ആരോപണവും ഉയർന്നു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന തൃത്താലയിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയത് 15,640 വോട്ടാണ്.
ഇത്തവണ ബൽറാമിന്റെ ബന്ധുവായ VT രമയാണ് NDA സ്ഥാനാർത്ഥി. മണ്ഡലത്തിലെ ആകെയുള്ള 8 പഞ്ചായത്തിൽ ചാലിശ്ശേരി മാത്രമാണ് UDFന്റെ കൈവശമുള്ളത്. 2011 അപ്രതീക്ഷിത പരാജയത്തിൽ നിന്ന് LDF തിരിച്ചുവരുന്നു എന്നാണ് പിന്നീട് നടന്ന ലോക്സഭ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്ന സൂചന. അട്ടിമറി വിജയം ആവർത്തിക്കാൻ UDFും കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം ഏത് വിധേനയും പിടിച്ചെടുക്കാൻ LDFും കച്ചകെട്ടുമ്പോൾ തൃത്താലയിൽ ഇത്തവണ മത്സരം തീപ്പാറുമെന്നുറപ്പ്. തൃത്താലയിൽ നിന്നും കണ്ണൂരിലെ അഴീക്കോടിലേക്ക് എത്തിയാൽ കണ്ണൂർ ജില്ലയിലെ അഴീക്കോടിലെ പ്രചാരണ സ്വഭാവങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തിരുവല്ല മണ്ഡലത്തിൽ അവിടെ ജോസഫ് പുതുശ്ശേരിക്കെതിരെ കോൺഗ്രസിന്റെ നിലപാട് എന്ത്? ബിജേഷ് നടുവിലിന്റെ റിപ്പോർട്ട് ഇക്കാര്യം വ്യക്തമാക്കും. അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥി വിഷയത്തിൽ DCC ജനറൽ സെക്രട്ടറിമാരടക്കം പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് തിരുവല്ലയിൽ ജോസഫ് പുതുശ്ശേരിയെ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട തിരുവല്ല നിയോജക മണ്ഡലത്തിലെ 12 കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായ വിക്ടർ T. തോമസിനെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ച ആൾക്ക് സീറ്റ് നൽകുന്നത് ശരിയല്ലെന്ന് കാണിച്ച് പരസ്യ പ്രസ്താവനയും ഇവർ ഇറക്കിയിട്ടുണ്ട്. പുതുശ്ശേരിക്ക് സീറ്റ് നൽകുന്നത് UDFിനോടുള്ള അവഹേളനമാണ്. ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ നിയോഗിച്ചാൽ ഇവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ജോസഫ് പുതുശ്ശേരിക്ക് സീറ്റ് നൽകരുതെന്ന് നേരത്തെ PJ കുര്യനും ആവശ്യപ്പെട്ടിരുന്നു. പുതുശ്ശേരി മത്സരിച്ചാൽ വിക്ടറിന്റെ അനുകൂലികളും വിക്ടർ മത്സരിച്ചാൽ പുതുശ്ശേരിയുടെ അനുകൂലികളും പരസ്പരം കാലുവാരും എന്ന ആശങ്കയ്ക്കിടയിലാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ തന്നെ ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗം വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച V. സുരേന്ദ്രൻ പിള്ള ഇക്കുറി ഏതു മണ്ഡലത്തിലാകും മത്സരിക്കുക? UDFിലാണോ? എന്തായാലും അദ്ദേഹം LDFിലില്ല എന്നെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ജീവൻ കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനാണ് സുരേന്ദ്രപിള്ളയുടെ തീരുമാനം. ഇതിനായി JDUവുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. പുതിയ രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സുരേന്ദ്രപിള്ള കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗം വിളിച്ചത്. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചതായി സുരേന്ദ്രപിള്ള അറിയിച്ചു. ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന കടുത്തുരുത്തി സീറ്റ്, ആ സീറ്റിൽ മത്സരിച്ച് വിജയിക്കാമെന്നുള്ള ഞങ്ങളുടെ ചെയർമാൻ്റെ ആഗ്രഹം, അത് മെയ് 19-ാം തീയതി ആകുമ്പോൾ അസ്ഥാനത്താകുമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നല്ലവണ്ണം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എൻ്റെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചു. തന്നോടൊപ്പം തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും രാജിവെച്ചതായി സുരേന്ദ്രപിള്ള അവകാശപ്പെട്ടു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ജനതാദൾ നേതാവ് വീരേന്ദ്രകുമാറുമായി കോഴിക്കോട് വെച്ച് സുരേന്ദ്രപിള്ള ചർച്ച നടത്തിയിരുന്നു. JDUവിൽ ചേരുന്നതിനുള്ള ആശയവിനിമയം ആരംഭിച്ചു കഴിഞ്ഞതായി സുരേന്ദ്രപിള്ള പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സുരേന്ദ്രപിള്ള ഇത്തവണ തിരുവനന്തപുരം സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂരിലെ അഴീക്കോടിലെ പ്രചാരണ ആവേശം PV ജോഷ്ലിയിലേക്ക്. ചുരമിറങ്ങി വന്ന് MLA ആയ KM ഷാജിയും മലയാള ദൃശ്യമാധ്യമ രംഗത്തെ കുലപതി MV നികേഷ് കുമാറും തമ്മിലാണ് അഴീക്കോട്ടെ പോരാട്ടം. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമാണ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളും. MV രാഘവൻ, EP ജയരാജൻ, TK ബാലൻ, M പ്രകാശൻ മാസ്റ്റർ എന്നിവരെ നിയമസഭയിലേക്ക് അയച്ച അഴീക്കോട് മണ്ഡലത്തിൽ 2 തവണ മാത്രമാണ് UDF ജയിച്ചു കയറിയത്. അതും നേരിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. കഴിഞ്ഞ തവണ 493 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മണ്ഡലം UDF നേടിയത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 9708 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് ഇടതുപക്ഷത്തിന്. ഇത് നിലനിർത്താനും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് മണ്ഡലം പിടിച്ചടക്കാനും മലയാള ദൃശ്യമാധ്യമ രംഗത്തെ ജനകീയ മാധ്യമ പ്രവർത്തകൻ നികേഷ് കുമാറിനെയാണ് ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത്. MV രാഘവൻ UDFിലേക്ക് പോയെങ്കിലും മകന്റെ തിരിച്ചുവരവിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇടതുപക്ഷം നോക്കിക്കാണുന്നത്. CPIM ജില്ലാ സെക്രട്ടറി P ജയരാജനെ സന്ദർശിച്ച ശേഷം AKG സ്ക്വയറിലും പയ്യാമ്പലത്ത് നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിലും MV നികേഷ് കുമാർ പുഷ്പാർച്ചന നടത്തി. അതിനുശേഷമാണ് അഴീക്കോടൻ രാഘവന്റെ ഭാര്യ മീനാക്ഷി ടീച്ചറെയും ചെറുകഥാകൃത്ത് T പത്മനാഭനെയും സന്ദർശിച്ചത്. പിന്നീട് നികേഷ് കുമാർ പൊതുജനങ്ങളിലേക്ക് വോട്ടഭ്യർത്ഥിച്ചിറങ്ങി. എന്നും ശരിയുടെ പക്ഷമായിരുന്നു തന്റേതെന്ന് MV നികേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാനിപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരരംഗത്തുള്ളത്.
ഇടതുപക്ഷ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഞാൻ 10-20 വർഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണ്. ആ മാധ്യമപ്രവർത്തനത്തിൽ ഞാൻ സത്യസന്ധമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിലകൊള്ളാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ 20 വർഷത്തെ മാധ്യമപ്രവർത്തന ജീവിതം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ശരിയോടൊപ്പം നിന്നായിരുന്നു ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇടതുപക്ഷം ശരിയുടെ ഒപ്പമായതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ എനിക്ക് കിട്ടുകയാണ്. ആവേശകരമായ സ്വീകരണമാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ദൃശ്യമാധ്യമ പ്രവർത്തകന് പൊതുജനങ്ങൾ നൽകുന്നത്. അതേസമയം മുൻ MLA ലീഗിലെ KM ഷാജി തന്നെയാണ് ഇത്തവണയും UDF-നായി രംഗത്തുള്ളത്. ഇറക്കുമതി സ്ഥാനാർത്ഥി ലീഗ് അണികളിൽ അസ്വസ്ഥത ഉളവാക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ പരീക്ഷണം ആവർത്തിച്ചു നോക്കാമെന്ന തീരുമാനത്തിലാണ് UDF. ഒന്നാം ഘട്ട പര്യടനം KM ഷാജി മണ്ഡലത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നാണ് അവകാശവാദം. കേരളത്തിലെ പൊതുരാഷ്ട്രീയ വിഷയങ്ങളിൽ ഏറ്റവും വേഗത്തിൽ പ്രതികരണമുണ്ടാവുന്ന മണ്ഡലമെന്ന് അഴീക്കോട് മണ്ഡലത്തെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ അഴീക്കോടിന്റെ തെരഞ്ഞെടുപ്പ് ഫലം ഇത്തവണ രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രം കൂടിയായി മാറും. LDF സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിലെത്തിയതോടുകൂടി 140 മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പ് ആവേശത്തിലായി കഴിഞ്ഞു. UDF-ന്റെ സ്ഥാനാർത്ഥികൾ കൂടി രംഗത്തെത്തുന്നതോടുകൂടി കേരളത്തിന്റെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. ഏറ്റവും അവസാനവട്ട ചർച്ചകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി ദില്ലിയിൽ അരങ്ങേറുമ്പോൾ നാളത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വീണ്ടും ഇതേ സമയം.